വെള്ളീച്ച, മുഞ്ഞ, പുഴു തുടങ്ങിയിട്ടുള്ള എല്ലാ കീടങ്ങളും പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന നമ്മുടെ ആമവണ്ട് പോലെയുള്ളതിനൊക്കെ ദേ ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഇല വെച്ചിട്ട് പച്ച കളറുള്ള ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതങ്ങ് ഒരൊറ്റ പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെങ്ങനെ, എത്ര അളവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇത് കണ്ട എല്ലാവർക്കും അറിയാം അല്ലെ, പപ്പായയുടെ ഇല, കപ്പളങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഇല വെച്ചിട്ട് നമ്മള് വെള്ളീച്ചേനെ എന്നേക്കും കളയാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെള്ളീച്ച മാത്രമല്ല, നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും, ഇപ്പോ ആമവണ്ട് പോലുള്ളതൊക്കെ ഒത്തിരി ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അതിനൊക്കെ നിമിഷ നേരം കൊണ്ട് ഓടിക്കാനായിട്ടുള്ള അടിപൊളി ടിപ്പാണ്. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അറിയാം ഇതേപോലെ പപ്പായ. നമ്മളിവിടെ പപ്പായ എന്ന് പറയാം. ഇപ്പൊ സാധാ പപ്പായയുടെ ആണെങ്കിലും, റെഡ് ലേഡി പപ്പായയുടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഗോൾഡൻ പപ്പായയുടെ, ഏത് പപ്പായയുടെ ഇലയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ നല്ലൊരു ഇല വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇല എടുത്തതിന് ശേഷം നമ്മളിത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇത് അരക്കൊന്നും ചെയ്യരുത്. ഇത് കേൾക്കുമ്പോഴേക്കും അടുത്ത് അരച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് നമ്മൾ മാക്സിമം എത്രമാത്രം ചെറുതാക്കി കട്ടാക്കാൻ പറ്റണു അതുപോലെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യാം. ഒരു ഇല ധാരാളം മതി നമുക്ക് ഈ ഒരു സംഭവത്തിന്. അപ്പൊ നമുക്ക് ഒരു ഇല വെച്ചിട്ട് 2 ലിറ്ററോളം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ വെള്ളീച്ച ഇപ്പൊ ധാരാളമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പച്ചമുളകിന്റെ കുരുടിപ്പിന്റെ ഒക്കെ മെയിൻ കാരണം വെള്ളീച്ചയാണ്. അപ്പൊ അത് പോവാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പൊ നമ്മള് വെള്ളരി, കുമ്പളം, പലവലൊക്കെ കൃഷി ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അതില് ആമവണ്ടിന്റെ ഉപദ്രവം ഉണ്ട്. ഇപ്പൊ പലരും പറയണ ഒരു സംഭവമാണ് എന്ത്, പാവല് കായ കൊഴിഞ്ഞു പോണു, അതുപോലെ മത്തന്റെ കായ കൊഴിഞ്ഞു പോണു, മഞ്ഞ കളറിൽ പോണു എന്നൊക്കെ. ഈ മഞ്ഞ കളറിൽ പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ആ പൂവില് ഈ ആമവണ്ട് വന്ന് മുട്ടയിട്ട് അതിലുണ്ടല്ലോ ആ മുട്ട വിരിഞ്ഞ് അതിൽ കീടങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് അത് കുത്തിപ്പോണത്. അപ്പൊ അതല്ലാതെ അതിന് വേറെ പ്രശ്നമല്ല. അപ്പൊ ഈ പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഒരു കാരണവശാലും ഇനി ഒന്നും തന്നെ കുത്തിപ്പോവില്ല. എടുത്തു പറയാണ് നമ്മുടെ കൃഷിയിടങ്ങൾ, എല്ലാ കൃഷിയുടെയും, അതായത് പാവല്, പടവലം, പീച്ചില്, കുമ്പളം, വെള്ളരി, മത്തൻ ഒന്നും ഇനി കുത്തി പോവാതിരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പതേ നമ്മള് ഒരു പപ്പായയുടെ ഇത് ഇല നമ്മളിത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മളിത് അടച്ച് മാറ്റി വെക്കുകയാണ് വേണ്ടത്. ഇതിപ്പോ പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിലും അന്നേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുക. അപ്പൊ ഇത് പുളിച്ചോളും. അപ്പൊ പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് ചെടിയുടെ ചോട്ടിൽ കൊടുക്കുന്നതാണ് പ്രശ്നമുള്ളൂ. ചെടിക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മളിത് 1 ഗ്ലാസ് പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നോർമൽ കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു. ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കുതിർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങള് പിന്നീട് ഇത് വെള്ളം ഒഴിക്കണ്ട. പക്ഷെ നമ്മൾ ഇതില് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടും ഇതങ്ങനെ മുങ്ങി കിടക്കുന്നില്ല. ഇതിലിങ്ങനെ മുങ്ങി കിടക്കണം ഇത്, അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുള്ളൂ. ഇത് പക്ഷെ മുങ്ങി കിടക്കുന്നില്ല. അപ്പൊ ഇത് ഞാന് ഇതില് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ചു, 2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചപ്പോഴാണ് ഇതിലിത് മുങ്ങി കിടക്കുന്നത് കേട്ടോ. അതിനനുസരിച്ച് വേണം നിങ്ങൾ ആക്കാനായിട്ട്. ഇനി മാത്രമല്ല, ഇതിലിനി നമുക്ക് വെളുത്തുള്ളിയും കൂടി വേണം. 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഇതിൽ ഇട്ട് വെക്കണം. ഇതേ വെളുത്തുള്ളി ഒരു കുടം ഉള്ളിയല്ല, നമ്മളിങ്ങനെ അല്ലിയായിട്ട് എടുക്കുമല്ലോ, അങ്ങനത്തെ. ഇതിപ്പോ 2 വലിയ അല്ലി ആയതുകൊണ്ട് 2 എണ്ണം മതി. കുഞ്ഞു കുഞ്ഞു അല്ലികളാണെങ്കിൽ 3 എണ്ണം എടുക്കാം കേട്ടോ. ഇതേപോലെയുള്ള അല്ലി തൊലിയൊന്നും കളയണ്ട. ഇത് ചതച്ച് ഇതിലോട്ട് ഇട്ട് ഒരു ദിവസം ആക്കി വെക്കുക. നമ്മളിങ്ങനെ ആക്കി വെച്ചത് ഇവിടെ ഉണ്ട്. ഇതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു ദിവസം കഴിയുമ്പോ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ദേ കണ്ടോ, നമ്മൾ അങ്ങനെ ദേ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ട് ദേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴുള്ളതാണ്. ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും വെളുത്തുള്ളിയുടെയും പിന്നെ ഇതിന്റെയും ഈ ഇലയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. നമ്മളിതേ ഇങ്ങനെ ഒരു ദിവസം കഞ്ഞിവെള്ളത്തിലെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് പപ്പായയുടെ ഇല ഇട്ട് വെച്ചത് ഒരു ദിവസത്തിന് ശേഷം നമ്മൾ എടുക്കണ സമയത്ത് ഇപ്പൊ വെളുത്തുള്ളിയൊക്കെ ഇതില് അങ്ങനെ നല്ല രീതിക്ക് തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പപ്പായയുടെ ഇലയൊക്കെ കളറൊക്കെ മാറിയതേ, ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, കണ്ടല്ലോ അല്ലെ. ഈ ഒരു കളറിലായിരിക്കും
നമുക്ക് കിട്ടുക. അപ്പൊ ഇതെന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഞെരടി പിഴിയണം. കാരണം ഈ വെളുത്തുള്ളിയൊക്കെ ഇതിലൊന്നും കൂടെ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു കാരണവശാലും അരക്കരുത്. ഇത് അരിഞ്ഞിടുക, ഇതുപോലെ അരിഞ്ഞിടുക. അതുപോലെ വെളുത്തുള്ളി ചതച്ചിടുക, കഞ്ഞിവെള്ളം 1 ഗ്ലാസ് ഒഴിക്കുക. ഇത് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക, അടച്ച് മാറ്റി വയ്ക്കുക. 2 ദിവസത്തിന് ശേഷം എടുക്കുക. നല്ല രീതിക്ക് തന്നെ ഞെരടി പിഴിയുക, എന്നിട്ട് അരിക്കുക. അതിനുശേഷം നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാലോ അല്ലെ. പാത്രത്തിലോട്ട് അരിക്കുകയാണ് ചെയ്യണം. അരിച്ച് ഡൈലൂട്ട് ചെയ്യണം, അത് മറക്കരുത് കേട്ടോ. അതിങ്ങനെ നേരിട്ട് ഒരു കാരണവശാലും കൊടുക്കരുത്. പലരും പകുതി കേട്ട് പല അബദ്ധങ്ങളും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണത്. അതിനൊരു ബാഡ് സ്മെല്ലാവുക ഉണ്ടാവുക, പക്ഷെ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആമവണ്ട് ആ പരിസരത്തേക്ക് വരില്ല. അപ്പൊ നമുക്കിത് ഇത്രയും അരിച്ചു കിട്ടി. അപ്പൊ നമുക്ക് ഒരു കപ്പിലോട്ട് ഒഴിച്ചു നോക്കാം എത്രയുണ്ട് എന്നുള്ളത്. ഇതേ ഈ ഒരു കപ്പിന്റെ 1/4 ഭാഗത്തോളം നമുക്ക് കിട്ടി. അപ്പൊ നമ്മളത് കപ്പിന്റെ 1/4 ഭാഗത്തോളം നമ്മൾ ഒഴിച്ചു. നമ്മള് വീണ്ടും 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യാണ്. അപ്പൊ ആ കപ്പിന്റെ 1/4 ഭാഗത്തോളം വീണ്ടും ഒഴിച്ചു. വീണ്ടും നമ്മൾ ആ കപ്പിന്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു. ഇപ്പൊ 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല വിധത്തിൽ നേർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇത് നേർപ്പിച്ചിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യാം. പക്ഷെ ഇതിപ്പോ അത്യാവശ്യത്തിന് നല്ല രീതിക്ക് തന്നെ നമ്മൾ നേർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു സ്പ്രേയറിലാക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എപ്പോഴും കാലത്തെ സമയത്ത് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു 7:30-ക്കുള്ളില്, കാലത്ത് 7:30-ക്കുള്ളില് നമ്മള് നല്ല രീതിക്ക് തന്നെ അടിച്ചു കൊടുക്കുക. ചെടിയുടെ അടിയിലും ഒക്കെ ആയിട്ട്. ചുവട്ടില് കൊടുക്കേണ്ട ആവശ്യമില്ല, ചെടിയുമേക്ക് നന്നായിട്ട് അങ്ങ് കൊടുക്കുക. ഇപ്പൊ എല്ലാ ചെടികൾക്കും, എല്ലാ തരം പച്ചക്കറികൾക്ക്, പിന്നെ വള്ളി വീശുന്ന എല്ലാത്തിനും കൊടുക്കുക. അപ്പൊ വെള്ളീച്ച, മുഞ്ഞ, ഇലത്തേന് പുഴുക്കൾക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങള് എല്ലാ തരം കീടങ്ങൾക്കും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, 1 രൂപ ചെലവില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് ഇത് വെറുതെ ഇങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോരാ. ഈ മുളക് ചെടീനെ പിടിക്കുക, ഇതിന്റെ അടിവശം പിടിക്കുക, അടിഭാഗത്തേക്ക് അങ്ങ് നന്നായിട്ട് കൊടുക്കുക. കണ്ടോ, ഇത് നമുക്ക് 1 രൂപ പോലും ചെലവില്ലാത്ത കാര്യമാണ്. പക്ഷെ നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ തരം ചെടികൾക്കും, അതായത് ഇപ്പൊ മത്തനും കുമ്പളും വെള്ളരി പടവലൊക്കെ എല്ലാവർക്കും ഇപ്പൊ വാടി പോണു, അതൊക്കെ കൊഴിഞ്ഞു പോണു, മഞ്ഞ കളറായി പോണു എന്നുള്ള പ്രശ്നമുണ്ട്. ഇനി അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മള് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.